പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ യാത്ര കൊട്ടാരങ്ങളുടെ നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന മൈസൂരിലേക്കാണ്. ഏറ്റവും പ്രശസ്തമായ അംബവിലാസ് പാലസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൈസൂർ കൊട്ടാരമാണിത്. അവധി ദിവസമായതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു. 1897 നിർമ്മാണം തുടങ്ങിയ ഈ കൊട്ടാരം 1912 പൂർത്തിയായത്. നിരവധി തൂണുകളും മിനാരങ്ങളും കൊണ്ട് അലങ്കൃതമായ ഈ കൊട്ടാരം കാലത്തിനെ അതിജീവിച്ചുകൊണ്ട് നിൽക്കുന്ന അതിമഹത്തായ ഒരു അത്ഭുത സൃഷ്ടി തന്നെയാണ്. താജ്മഹലിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മൈസൂർ പാലസ്. മൈസൂർ മഹാരാജാവായിരുന്ന കൃഷ്ണരാജ വോഡിയാർ നാലാമന്റെയും അദ്ദേഹത്തിന്റെ അമ്മ മഹാറാണി കൊമ്പനാഞ്ഞമണ്ണി ദേവിയുടെയും നിർദ്ദേശപ്രകാരം ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെൻറി ഇർവിനാണ് ഈ കൊട്ടാരം പണിതത്. വിശാലമായ നടുത്തളവും ശില്പചാരുതയും കൊണ്ട് അലങ്കൃതമായ കൊട്ടാരം ഏകദേശം അന്നത്തെ കാലത്ത് 41,47,913 രൂപ ചെലവ് വന്നിരുന്നു. അന്നത്തെ കാലത്ത് ഒരു ലിഫ്റ്റ് ആയിരുന്നു ഇത്. ഈ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സ്വർണ്ണ സിംഹാസനം തന്നെയാണ്. ഇദ്ദേഹമാണ് കൃഷ്ണരാജ വോഡിയാർ നാലാമൻ. ശില്പഭംഗി കൊണ്ട് മറ്റേതൊരു കൊട്ടാരത്തെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന ഈ കൊട്ടാരം തീർച്ചയായും നിങ്ങൾ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പ്രത്യേകിച്ച് ദസറ സമയത്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.